ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഓർ ഡിപ്ലോമ പൂർത്തിയാക്കിയവർക്ക് ജോലി സാധ്യതയുള്ള സുപ്രധാനമായ 3 തസ്തികകളിലേക്കുള്ള പരീക്ഷകൾ ഇനി വരുന്ന 6 മാസങ്ങൾക്ക് ശേഷം നടക്കാൻ പോവുകയാണ്. ഏതൊക്കെയാണ് ഈ തസ്തികകൾ? അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD, ലെക്ചറർ ഇൻ പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് PWD എന്നീ തസ്തികകളിലേക്കുള്ള പരീക്ഷകൾ 2025 ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്തിനിടയ്ക്ക് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ഈ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന വിധം ഈ 3 പരീക്ഷകളുടെയും പ്രീവിയസ് ഇയർ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്ത് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് ഈ വീഡിയോയിൽ. എന്തൊക്കെയാണ് ഇന്നത്തെ സെഷൻ്റെ ഹൈലൈറ്റ്സ് എന്ന് നോക്കാം. സിലബസ് അനാലിസിസ്, ഫൗണ്ടേഷൻ കോഴ്സ്, പോസിബിലിറ്റി ഓഫ് സിലബസ് ചേഞ്ച്, ഓർഡർ ഓഫ് പ്രിപ്പറേഷൻ, ഡെപ്ത് ഓഫ് പ്രിപ്പറേഷൻ, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് സിലബസ് അനാലിസിസിലേക്ക് നോക്കാം. ഈ 3 പരീക്ഷകൾക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് 3 പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളുടെ മുന്നിൽ ഇനി 6 മാസങ്ങളേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഈ 3 പരീക്ഷകളുടെയും സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്ത് കമ്പയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. 3 പരീക്ഷകളിലും കോമൺ ആയിട്ട് വരുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓരോ പരീക്ഷയ്ക്കും അതിനു മാത്രം സ്പെസിഫിക് ആയിട്ട് വരുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷം മാത്രമേ നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ഡെവലപ്പ് ചെയ്യാവൂ. കോമൺ ആയിട്ട് വരുന്ന പോർഷൻസ് ആദ്യം പഠിക്കണം. സ്പെസിഫിക് ആയിട്ട് ആ പരീക്ഷയ്ക്ക് മാത്രമുള്ള പോർഷൻസ് ആ പരീക്ഷ അടുക്കുന്ന സമയം പ്രിപ്പയർ ചെയ്യണം. അതായിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജി. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കാനായി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് കമ്പാരിസൺ ഇവിടെ നടത്തിയിട്ടുണ്ട്. കോർ സബ്ജക്റ്റുകളുടെ സിലബസ് ആണ് നമ്മൾ മെയിൻലി കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോണിക്സിലെ ഒരു കോർ സബ്ജക്റ്റാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. 3 പരീക്ഷകൾക്കും ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്നുള്ള പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുകയാണെങ്കിൽ പോളിയുടെ സിലബസ് ആണ് മാസ്റ്റർ സിലബസ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. മാക്സിമം പോർഷൻസ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പോളിയുടെ സിലബസിലാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സിലബസും പോളിയുടെ സിലബസും ഏറെക്കുറെ സെയിം ആണ്. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സിലബസിൽ പോളിയുടെ സിലബസിൽ നിന്ന് വ്യത്യസ്തമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം FPGA. ഇത് പോളിയുടെ സിലബസിലില്ല, പക്ഷേ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് സിലബസിലുണ്ട്. അതുപോലെ പോളിയുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് സിലബസിൽ ഉള്ളതും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സിലബസിൽ ഇല്ലാത്തതുമായിട്ടുള്ള പോർഷനാണ് ലോജിക് ഫാമിലീസ്. അപ്പോൾ ആദ്യം വരുന്ന എക്സാം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ എക്സാം ആണെങ്കിൽ ലോജിക് ഫാമിലീസിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ പിന്നീട് നടത്തിയാൽ മതിയാകും. പോളിയുടെ എക്സാം വരുന്ന സമയത്ത് നടത്തിയാൽ മതിയാകും. ഇനി എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ സിലബസിലേക്ക് പോവുകയാണെങ്കിൽ ഡിജിറ്റലിൽ നിന്ന് വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അതും ഡിജിറ്റൽ എന്നൊരു സെപ്പറേറ്റ് ഹെഡിലല്ല പെടുത്തിയിരിക്കുന്നത്, മറിച്ച് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടറും അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ കമ്മ്യൂണിക്കേഷൻ പാർട്ടിൽ ഡിജിറ്റൽ കോഡ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ 2 പോർഷൻസ് മാത്രമേ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ സിലബസിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങളൊരു ഡിപ്ലോമ ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ പരീക്ഷ മാത്രമേ എഴുതാൻ കഴിയൂ. അങ്ങനെയുള്ള ഒരാൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഡിജിറ്റൽ പ്രിപ്പയർ ചെയ്യേണ്ട ഈ സെലക്റ്റഡ് പോർഷൻസ് മാത്രം പഠിച്ചാൽ മതിയാകും. അടുത്തതായി വരുന്ന പോർഷൻസ് ആണ് മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ. മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ പോളിയുടെ സിലബസിൽ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇവിടെ 2 ഈ പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പോളിയുടെ സിലബസിൽ 8086 ആണ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. ഒപ്പം 80286, 80386 എന്നിവയുടെ ബേസിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒപ്പം പെരിഫറൽസ് ആയ 8251, 8257, 8279 തുടങ്ങിയവയെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മൈക്രോ കൺട്രോളറിലേക്ക് വരികയാണെങ്കിൽ 8051ന്റെ ആർക്കിടെക്ചർ, ഒപ്പം ഇൻസ്ട്രക്ഷൻ സെറ്റ്, ബേസിക് ലെവൽ ഓഫ് പ്രോഗ്രാമിംഗ് ഇത്രയുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മറ്റ് 2 എക്സാമുകൾക്കും അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഇലക്ട്രോണിക് അസിസ്റ്റന്റ് എക്സാമുകൾക്ക് ഈ സിലബസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇലക്ട്രോണിക് സർക്യൂട്ട്സിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമ്മൾ പോളിയുടെ സിലബസിനെയാണ് മാസ്റ്റർ സിലബസായി സെലക്ട് ചെയ്തിട്ടുള്ളത്.
പോളിയുടെ സിലബസിലുള്ള പോർഷൻസ് തന്നെയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സിലബസിലുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ കുറച്ച് റെഡ്യൂസ് ചെയ്യാം അസിസ്റ്റന്റ് എഞ്ചിനീയർ സിലബസ്. അതുപോലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് സിലബസിലും പോളിയുടെ സിലബസിലുള്ള പോർഷൻസ് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ സിലബസ് നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്നുള്ളതിന് പകരം അവിടെ അതിനെ നെയിം ചെയ്തിരിക്കുന്നത് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് എന്നാണ്. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ സിലബസിൽ പവർ ഇലക്ട്രോണിക്സിന്റെ ബേസിക്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട്സിലാണ്. ഒപ്പം ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസിനെ പറ്റിയും ഇവിടെ അഡീഷണൽ ആയി പറയുന്നുണ്ട്. ഇത് രണ്ടും പോളിയുടെ സിലബസിലുണ്ട്, പക്ഷേ സെപ്പറേറ്റ് ഹെഡിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോളിയുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് നോക്കുകയാണെങ്കിൽ അതിനെയും നമ്മൾ പോളിയുടെ സിലബസിനെയാണ് മാസ്റ്റർ സിലബസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാരണം പോളിയുടെ സിലബസിൽ ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്നൊരു സെപ്പറേറ്റ് ഹെഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സബ് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സിലബസ് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ LIC റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ അല്ലെങ്കിൽ അനലോഗ് ഇലക്ട്രോണിക്സിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിലും EDC ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിൽ തന്നെയാണ് ഈ LIC സബ് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പവർ ഇലക്ട്രോണിക്സിലേക്ക് വരികയാണെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെയും പോളിയുടെ സിലബസും ഏറെക്കുറെ സെയിം ആണ്. ഇതിനെ രണ്ടിനെയും നമുക്ക് മാസ്റ്റർ സിലബസ് ആയിട്ട് ഇവരെ രണ്ടുപേരെയും ക്ലബ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിൽ പവർ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട് ബേസിക്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അത് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. SCR, UJT, IGBT, ചോപ്പർ തുടങ്ങിയവയെ പറ്റിയുള്ള കാര്യങ്ങൾ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആൻഡ് ഡിവൈസസിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെന്റ് ഇത് മെയിനായിട്ടും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സിലബസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന് ഈ പോർഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പോളിയുടെ സിലബസിൽ മെഷറിംഗ് എക്യുപ്മെൻറ്റുകളെ പറ്റി മാത്രം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടില്ല. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സിലബസിലാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെൻറ്റ്സ് ഡീറ്റെയിൽ ആയിട്ടുള്ളത്. പോളിയുടെ സിലബസിൽ മെഷറിംഗ് എക്യുപ്മെൻറ്റിനെ പറ്റി മാത്രം ഡിസ്കസ് ചെയ്യുന്നു. ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ് ഏറ്റവും ഡീറ്റെയിൽ ആയി കൊടുത്തിരിക്കുന്നത് പോളിയുടെ സിലബസിലാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സിലബസിൽ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ് ഒന്നും തന്നെ ഇല്ല. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് സിലബസിൽ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിനകത്ത് LED, LCD, ലേസർ ഡയോഡ്, ഫോട്ടോ ഡയോഡ് തുടങ്ങിയവയെ പറ്റി ഒരു ബേസിക് ലെവലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ഈ പോർഷനിലേക്ക് വരികയാണെങ്കിൽ പോളിയുടെ സിലബസിലാണ് ഇവരെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിനകത്താണ് ഈ പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയറിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് സിലബസിലോ ഈ പോർഷൻസ് പഠിക്കേണ്ടതായിട്ടില്ല. കൺട്രോൾ സിസ്റ്റം, പവർ സിസ്റ്റം, ഇലക്ട്രിക്കൽ മെഷീൻസ്, ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന 3 പോർഷൻസ് നോക്കുക. ഇവർ 3 പേരും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സിലബസിൽ മാത്രമുള്ളവരാണ്. കൺട്രോൾ സിസ്റ്റം, പവർ സിസ്റ്റം, ഇലക്ട്രിക്കൽ മെഷീൻസ് പോളിയുടെ സിലബസിലില്ല, എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ സിലബസിലും ഇല്ല. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറി ഇതും മെയിനായിട്ടും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സിലബസിലാണ്. എന്നാൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് സിലബസിലും ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറി അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിലെ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഭാഗം അതിലെ കമ്മ്യൂണിക്കേഷൻ പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ കമ്മ്യൂണിക്കേഷൻ പാർട്ടിൽ അപ്ലൈഡ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയുടെ ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലെക്ചർ ഇൻ പോളിടെക്നിക്കിനകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറിയിൽ നിന്നും EM റേഡിയേഷനെ പറ്റി, അതായത് സ്കൈ വേവ്, സ്പേസ് വേവ്, ഗ്രൗണ്ട് വേവ് ഇവയെ പറ്റിയും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയും മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് സിലബസ് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ടോട്ടൽ സിലബസിനെ 4 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതിൽ 3 സെക്ഷൻസും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ടോപ്പിക്സ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് സിലബസിൻ്റെ 75% പോർഷൻസും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആണ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിൽ. ഈ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ പോർഷൻസും ഇല്ല എങ്കിൽ പോലും മെജോറിറ്റിയും പോളിയുടെ സിലബസിൽ കാണാൻ കഴിയും. പോളിയുടെ സിലബസിൽ ഇല്ലാത്തതും എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ സിലബസിൽ ഉള്ളതുമായ പോർഷൻസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. മൈക്രോഫോൺ, ലൗഡ് സ്പീക്കർ, റഡാർ, ടെലിഫോൺ സിസ്റ്റം, ഫസിമൈൽ കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കോഡ്സ്, ഡേറ്റ സെറ്റ്സ് ആൻഡ് ഇന്റർകണക്ഷൻ, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, ഫിൽറ്റേഴ്സ്
ട്രാൻസ്മിഷൻ ലൈൻസ്, നെറ്റ്വർക്ക്സ്, അറ്റുനേറ്റേഴ്സ്, ഇത്രയും പോർഷൻസ് പോളിയുടെ സിലബസിലില്ല, എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റിൻ്റെ സിലബസിലുണ്ട്. എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് എക്സാം ആയിരിക്കും ഇതിൽ ഏറ്റവും അവസാനം നടക്കാൻ പോകുന്ന എക്സാം. അതുകൊണ്ട് ആദ്യം നിങ്ങൾ പോളിയുടെ സിലബസ് ഉപയോഗിച്ച് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെയും പോളിയുടെയും എക്സാമിന് ശേഷം നിങ്ങൾ ഈ പോർഷൻസ് പഠിച്ചാൽ മതി. എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് സിലബസിലുള്ള ഈ പോർഷൻസ് പഠിച്ചാൽ മതി. പോളിയുടെ സിലബസിലുള്ളതും എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് സിലബസ് ഇല്ലാത്തതുമായ ഒരേ ഒരു പോർഷനേ ഉള്ളൂ, അതാണ് മൈക്രോവേവ് ഡിവൈസസ്. ഇനി അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ കമ്മ്യൂണിക്കേഷൻ സിലബസിലേക്ക് വന്നാൽ ഏറെക്കുറെ പോളിയുടെ സിലബസുമായിട്ട് സാമ്യമുണ്ട് എന്ന് കാണാൻ കഴിയും. പോളിയുടെ സിലബസ് ഇല്ലാത്തതും അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ സിലബസിൽ മാത്രമുള്ളതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറി അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയുമായി ബന്ധപ്പെട്ട പോർഷൻസ് ആണ്. മാക്സ്വെൽസ് ഇക്വേഷൻ, ദെൻ പോയിന്റിംഗ് വെക്റ്റർ, വേവ് ഇക്വേഷൻ, ട്രാൻസ്മിഷൻ ലൈൻസ്. ഇത് അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ മാത്രം സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പോർഷൻസ് ആണ്. അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ കമ്മ്യൂണിക്കേഷൻ സിലബസിലാണ് ഈ പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി പോളിയുടെ സിലബസിലുള്ള മറ്റു ചില ഭാഗങ്ങൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഏതൊക്കെയാണെന്ന് നോക്കാം. EM റേഡിയേഷൻ ആൻഡ് വേവ് പ്രൊപ്പഗേഷൻ, ഇത് അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ സിലബസിലില്ല. ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ പോളിയുടെ സിലബസിലുണ്ട്, അതും ഇവിടെ പഠിക്കേണ്ട. ഒപ്പം ടെലിവിഷൻ ട്രാൻസ്മിഷൻ, ടെലിവിഷൻ ക്യാമറ, മൈക്രോവേവ് ഡിവൈസസ് തുടങ്ങിയ ഇത്രയും പോർഷൻ പോളിയുടെ സിലബസിലുള്ളതും അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ സിലബസിൽ ഇല്ലാത്തതുമായിട്ടുള്ള പോർഷൻസ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഡെവലപ്പ് ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ പോളിയുടെ സിലബസ് ഉപയോഗിച്ച് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ തന്നെ ഇത്രയും പോർഷൻസ് അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ എക്സാമിന് ഇല്ലാത്ത ഇത്രയും പോർഷൻസ് അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. ഒപ്പം അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ എക്സാമിനുള്ള പോളിയുടെ സിലബസിൽ ഇല്ലാത്ത ഈ പോർഷൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അത് എക്സാം അടുക്കുമ്പോൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഈ പോളിയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും ചേഞ്ച് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് സിലബസിൽ വരുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനുശേഷം മാത്രം നിങ്ങൾ ഈ പോർഷൻസ് പഠിച്ചാൽ മതി. അപ്പോൾ ഇതിൽ തന്നെ രണ്ടെണ്ണം ഞാൻ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ്. റഡാറും ഒപ്പം സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും. ഈ രണ്ട് പോർഷനും പോളിയുടെ സിലബസിലുണ്ട്. പക്ഷേ പോളിയുടെ സിലബസിൽ ഇതിൻ്റെ ബേസിക്സ് മാത്രമേ പറയുന്നുള്ളൂ. എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസിൽ വളരെ ഡീറ്റെയിൽ ആയി തന്നെ റഡാറിൻ്റെയും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ്റെയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു കളർ ഡിഫറൻസിൽ നമ്മൾ അവരെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ കാര്യം. അപ്പോൾ സിലബസിനെ പറ്റിയും ഏതൊക്കെയാണ് കോമൺ ടോപ്പിക്കുകൾ, ഏതൊക്കെയാണ് ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്കുണ്ടായി കാണുമെന്ന് കരുതുന്നു. അടുത്തതായി ഫൗണ്ടേഷൻ കോഴ്സുകളെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഫൗണ്ടേഷൻ കോഴ്സ്? ഇലക്ട്രോണിക്സിലെ തന്നെ പല സബ്ജക്റ്റുകളും പഠിക്കണമെങ്കിൽ, അതിലെ കോൺസെപ്റ്റ് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ മറ്റു ചില സബ്ജക്റ്റുകളുടെ ബേസിക് നോളജ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനനുസരിച്ച് വേണം നമ്മുടെ പ്രിപ്പറേഷൻ ഓർഡർ തീരുമാനിക്കാം. ഉദാഹരണത്തിന് നെറ്റ്വർക്ക് അനാലിസിസ്, ഇത് നിങ്ങളുടെ ഒരു സിലബസിലും പറഞ്ഞിട്ടില്ല. ഈ വരുന്ന 3 എക്സാമുകളുടെ സിലബസിലും കാര്യമായിട്ട് ഇതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷേ നിങ്ങൾ നെറ്റ്വർക്ക് അനാലിസിസ് എന്നുള്ള സബ്ജക്റ്റ് ഒരു ഫൗണ്ടേഷൻ കോഴ്സായി പഠിച്ചിരിക്കണം. അതിൻ്റെ ബേസിക് കാര്യങ്ങളെങ്കിലും പഠിച്ചിരിക്കണം. കാരണം ഇലക്ട്രോണിക് സർക്യൂട്ട് അനാലിസിസിൽ നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ ബേസിക്സ് ആയ മെഷ് അനാലിസിസ്, നോഡൽ അനാലിസിസ് ആൻഡ് ബേസിക് നെറ്റ്വർക്ക് തിയറംസ് ഇവയൊക്കെ അറിയാമെങ്കിൽ മാത്രമേ ഇലക്ട്രോണിക് സർക്യൂട്ട്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും സർക്യൂട്ടിൻ്റെ അനാലിസിസ് നടത്തുവാനും കഴിയുള്ളൂ. അതുകൊണ്ട് നെറ്റ്വർക്ക് അനാലിസിസിനെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എന്ന നിലയിൽ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തെ പറ്റി പോളിയുടെ സിലബസിൽ കമ്മ്യൂണിക്കേഷൻ പാർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ എലമെൻ്ററി സിഗ്നൽസിനെ പറ്റിയും LTI സിസ്റ്റത്തെ പറ്റിയും മാത്രമേ പറയുന്നുള്ളൂ. ഫൊറിയർ സീരീസിനെ പറ്റിയോ ഫൊറിയർ ട്രാൻസ്ഫോമിനെ പറ്റിയോ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ ആ ഭാഗങ്ങളിലൂടെ നിങ്ങൾ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന നിലയിൽ പഠിച്ചിരിക്കണം. കാരണം പോളിയുടെ തന്നെ കമ്മ്യൂണിക്കേഷൻ സിലബസിൽ കുറച്ച് കഴിയുമ്പോൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവിടെ DFT എന്താണെന്നും, അതായത് ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം എന്താണെന്നും, ഒപ്പം ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോം അൽഗോരിതം തുടങ്ങിയവയെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ
എലമെൻ്ററി സിഗ്നൽസും LTI സിസ്റ്റവും മാത്രം അറിഞ്ഞാൽ പോരാ, ഫൊറിയർ സീരീസും ഫൊറിയർ ട്രാൻസ്ഫോമും എങ്കിലും അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം. ഒപ്പം കമ്മ്യൂണിക്കേഷൻ പഠിക്കണമെങ്കിലും, കമ്മ്യൂണിക്കേഷനിനകത്ത് മോഡുലേഷൻ്റെയൊക്കെ സ്പെക്ട്രം ഒക്കെ അനലൈസ് ചെയ്യണമെങ്കിൽ ഫൊറിയർ സീരീസും ഫൊറിയർ ട്രാൻസ്ഫോമും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തെയും ഒരു ഫൗണ്ടേഷൻ കോഴ്സായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതുപോലെ മറ്റ് സബ്ജക്റ്റുകൾക്ക് ഫൗണ്ടേഷൻ കോഴ്സ് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഈ ഓർഡർ ഓഫ് പ്രിപ്പറേഷൻ, ഏത് രീതിയിലാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? സിലബസിൽ കൊടുത്തിരിക്കുന്ന അതേ ഓർഡറിലാണോ നിങ്ങൾ സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങേണ്ടത്? അല്ല, മറിച്ച് ഒരു സ്പെസിഫിക് ഓർഡറിൽ വേണം സബ്ജക്റ്റുകൾ പ്രിപ്പയർ ചെയ്യാൻ. അങ്ങനെ ഒരു സ്പെസിഫിക് ഓർഡറിൽ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇക്കഴിഞ്ഞ ടെക്നിക്കൽ PSC എക്സാമുകളിൽ പലതിലും സിലബസ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു സിലബസ് ചേഞ്ച് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ എന്തായാലും മാറാൻ സാധ്യതയില്ലാത്ത പോർഷൻസ് ഏതാണ്? കോർ സബ്ജക്റ്റുകളിൽ കാര്യമായ മാറ്റം വരാൻ സാധ്യതയില്ല. അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സബ് ടോപ്പിക്കുകളിൽ ചിലപ്പോൾ മാറ്റം വരാം, പക്ഷെ കോർ സബ്ജക്റ്റുകൾ അപ്പാടെ മാറാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കോർ സബ്ജക്റ്റിൽ നിന്ന് വേണം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. കോർ സബ്ജക്റ്റിൽ തന്നെ ഏതെങ്കിലും ഒരു കോർ സബ്ജക്റ്റിൽ നിന്നാണോ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അല്ല, ഏത് സബ്ജക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിന് ഒരു പ്രയോറിറ്റി നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലായിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് സ്റ്റാർട്ടിംഗ് സബ്ജക്റ്റായി സെലക്ട് ചെയ്യുന്നത്? ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് റിലേറ്റീവ്ലി സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. ബേസിക് ന്യൂമറിക്കൽ പ്രോബ്ലംസും ലോജിക്കൽ പ്രോബ്ലംസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും. അധികം തിയററ്റിക്കൽ പാർട്ട് അതിനകത്തില്ല. അതുകൊണ്ട് തന്നെ പഠിച്ചാൽ ഓർമ്മയിരിക്കാൻ സാധ്യതയുള്ളതും, ഇനി അഥവാ മറന്നുപോയാൽ തന്നെ വളരെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ സാധിക്കുന്നതും, എല്ലാ എക്സാമിനും കാര്യമായ വെയിറ്റേജിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള പോർഷനാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. അത് പഠിക്കാൻ പ്രീ റിക്വസിറ്റ് ഒന്നും ആവശ്യമില്ല. നമുക്ക് ഫ്രം ദ സ്ക്രാച്ച് പഠിച്ചു തുടങ്ങാൻ കഴിയുന്ന സബ്ജക്റ്റാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ളൊരു സബ്ജക്റ്റിൽ നിന്ന് വേണം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അതിനുശേഷം നമ്മൾ അടുത്ത സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും ഫൗണ്ടേഷൻ കോഴ്സുകൾ ആവശ്യമാണോ എന്ന് പരിശോധിക്കണം. ആണെങ്കിൽ ആ ഫൗണ്ടേഷൻ കോഴ്സുകളുടെ പ്രിപ്പറേഷനോടെ തുടങ്ങണം. അതായത് നമ്മളിവിടെ ഒരു പ്രോഗ്രസീവ് ലേണിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. പ്രോഗ്രസീവ് ലേണിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിന്ന് പഠിച്ചു തുടങ്ങുക. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പോലെ പ്രത്യേകിച്ച് പ്രീ റിക്വസിറ്റ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു സബ്ജക്റ്റിൽ നിന്ന് പഠിച്ചു തുടങ്ങുക. നമ്മൾ പഠിച്ച ഒരു ട്രാക്കിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കൂടെ ഇതിനൊപ്പം സ്റ്റാർട്ട് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു ഫൗണ്ടേഷൻ കോഴ്സ് കൂടെ ഇതിനൊപ്പം സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഇവ 3 സബ്ജക്റ്റുകൾ ഇങ്ങനെ പഠിച്ചു പോവുക. ഫൗണ്ടേഷൻ കോഴ്സുകൾ പൂർത്തിയാകുമ്പോഴേക്കും നമ്മൾ 2 കോർ സബ്ജക്റ്റുകൾ പഠിച്ചു തുടങ്ങുക. ഇങ്ങനെ ഒരു പ്രോഗ്രസീവ് ഫേസിൽ വേണം നമ്മുടെ ലേണിംഗ് മുന്നോട്ട് പോകാൻ. ആദ്യം ഒരു സബ്ജക്റ്റ്, ദെൻ ഒരു സബ്ജക്റ്റ് പ്ലസ് ഫൗണ്ടേഷൻ കോഴ്സ്, ദെൻ ഒരു സബ്ജക്റ്റ് പ്ലസ് 2 ഫൗണ്ടേഷൻ കോഴ്സ്, ദെൻ 2 കോർ സബ്ജക്ട്സ്. ഇങ്ങനെ ഒരു പ്രോഗ്രസീവ് വേയിൽ വേണം ലേണിംഗ് മുന്നോട്ട് പോകാൻ. അങ്ങനെ പഠിച്ചു പോയി നമ്മൾ കോർ സബ്ജക്റ്റുകളെല്ലാം കവർ ചെയ്തതിന് ശേഷം നോൺ കോർ സബ്ജക്റ്റുകൾ, ഇപ്പോൾ പോളിയുടെ എക്സാം എടുക്കുകയാണെങ്കിൽ ബേസിക് സിവിൽ എഞ്ചിനീയറിങ്ങും ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങും ഒക്കെ ഉണ്ട്. ഈ നോൺ കോർ സബ്ജക്റ്റുകൾ ഏറ്റവും ഒടുവിലായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. നോൺ കോർ സബ്ജക്റ്റുകളിലേക്ക് കടക്കുമ്പോഴേക്കും കോർ സബ്ജക്റ്റുകളുടെ പ്രിപ്പറേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ അതിൻ്റെ റിവിഷൻ ഫേസിലേക്ക് കടന്നിരിക്കണം. നോൺ കോർ സബ്ജക്റ്റുകളുടെ സ്റ്റഡി പ്ലസ് കോർ സബ്ജക്റ്റുകളുടെ റിവിഷൻ, ആ ഒരു രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഇതാണ് നമ്മുടെ ഓർഡർ ഓഫ് പ്രിപ്പറേഷൻ. ഇനി നമുക്ക് ഡെപ്ത് ഓഫ് പ്രിപ്പറേഷൻ നോക്കാം. ഏത് ലെവലിലാണ് നിങ്ങൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഒരു ഗേറ്റ് ലെവലിൽ പ്രിപ്പയർ ചെയ്യണോ വേണ്ട എന്നാണ് എൻ്റെ ഉത്തരം. കാരണം കേരള PSC എക്സാമിന് നമുക്കാകെയുള്ള സമയം 90 മിനിറ്റാണ്. ഈ 90 മിനിറ്റിനുള്ളിലാണ് നമ്മൾ 100 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് കിട്ടുന്ന സമയം എത്രയാണ്? 54 സെക്കൻഡാണ്. ഗേറ്റ് അങ്ങനെയല്ല. ഗേറ്റ് 3 മണിക്കൂറാണ് എക്സാം. ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ഈ 54 സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത്രയും ഡെപ്തിലുള്ള പ്രിപ്പറേഷൻ വേണോ എന്ന് ചോദിച്ചാൽ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ ആദ്യം നമ്മൾ ഫുൾ സിലബസും ഒരു എബോ ആവറേജ് ലെവലിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇൻഡെപ്ത് പ്രിപ്പറേഷനിലേക്ക് പോയാൽ മതി. പിന്നീട് സമയമുണ്ടെങ്കിൽ മാത്രം ഇൻഡെപ്ത് പ്രിപ്പറേഷനിലേക്ക് പോയാൽ മതി.
അപ്പോൾ ഏത് ലെവലിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ഫസ്റ്റ് സിലബസിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കുക, സിലബസിലെ ഓരോ സബ്ജക്റ്റും അതിൻ്റെ സബ് ടോപ്പിക്സും ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഈ എക്സാമുകൾക്ക് മുൻ വർഷങ്ങളിൽ നടന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പർ കളക്ട് ചെയ്ത് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണോ, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണോ, അതോ ന്യൂമറിക്കൽസ് ആണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക ഓരോ ഏരിയയിൽ നിന്നും. അതുപോലെ ഹൈ വെയിറ്റേജ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ക്വസ്റ്റ്യൻ ടൈപ്സ്, മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണോ, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണോ, ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആണോ, ന്യൂമറിക്കൽസ് ആണോ, കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. സിമിലർ ആയിട്ട് ഉള്ള അതർ എക്സാംസ്, സിമിലർ ടൈപ്പ് ഡിഗ്രി ലെവൽ ഓർ ഡിപ്ലോമ ലെവൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവരിൽ നിന്നും നമുക്ക് ഡെപ്ത് ഓഫ് പ്രിപ്പറേഷൻ ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കാൻ കഴിയും. ആ ലെവലിൽ പ്രിപ്പയർ ചെയ്യാം. ലെവലിൽ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരെ നിങ്ങൾ എക്സ്പെക്റ്റഡ് ലെവൽ നോക്കാൻ വേണ്ടി ഗേറ്റിൻ്റെയോ ESCയുടെയോ ക്വസ്റ്റ്യനിലേക്ക് ആദ്യം പോകേണ്ടതില്ല. കാരണം ഗേറ്റിൻ്റെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ലെവലിലേക്ക് ഇനിഷ്യലി നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുകളെല്ലാം അതിനുള്ളിൽ പ്രിപ്പയർ ചെയ്ത് എത്താൻ കഴിയാതെ വരും. അപ്പോൾ ഗേറ്റിൻ്റെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ലെവലിലേക്കൊന്നും നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകണ്ട. ആദ്യം എല്ലാ സബ്ജക്റ്റുകളും കവർ ചെയ്തതിന് ശേഷം മാത്രം സമയമുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ആ ഒരു ലെവൽ പ്രിപ്പറേഷനിലേക്ക് പോകാം. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഗേറ്റിൻ്റെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും സെലക്റ്റഡ് ഏരിയാസിൽ നിന്നും. അതിലൂടെ നിങ്ങളുടെ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലൂടെ സെലക്റ്റഡ് ഏരിയാസിൽ നിന്നും സെലക്റ്റഡ് നമ്പർ ഓഫ് ഗേറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ആദ്യം ഒരു എബോവ് ആവറേജ് ലെവലിൽ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തതിന് ശേഷം കിട്ടുന്ന സമയത്തിനനുസരിച്ച് ഇൻഡെപ്ത് പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ് ബെസ്റ്റ് സ്ട്രാറ്റജി. ആ രീതിയിൽ വേണം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റഡി ഫ്ലോ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ കോഴ്സ് പ്ലാൻ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കോംപ്രിഹെൻസീവ് സിലബസ് കവറേജ്, ദെൻ ഫൗണ്ടേഷൻ പ്രോഗ്രാം, സ്ട്രക്ചേർഡ് കോഴ്സ് കംപ്രൈസിങ് ഓഫ് ഗേറ്റ്, ESC, RRB, KPSC ക്വസ്റ്റ്യൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡീഷണൽ എക്സാം സ്പെസിഫിക് ഇൻറ്റൻസീവ് പ്രോഗ്രാം വിത്ത് ടെസ്റ്റ് സീരീസ്, പ്രോബ്ലം സോൾവിംഗ് സെഷൻ, ദെൻ പ്രോബ്ലം സോൾവിംഗ് ഡിസ്കസ് ഡെപ്ത്, ലോജിക് ടൈപ്പ് ആൻഡ് ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, കോഴ്സ് പ്ലാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ സ്റ്റഡി പ്ലാനും ഈ ഒരു വീലുമായിട്ട് അലൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. ഏത് സബ്ജക്റ്റാണ് ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൽ തന്നെ ഏത് പോർഷൻസ് ആണ് ആദ്യം പഠിക്കേണ്ടത് തുടങ്ങിയവയൊക്കെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും എന്നുള്ള ഒരു ബേസിക് ഐഡിയ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.